റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺകുമാർ അതേപോലെ 24 ന്യൂസിലെ ശ്രീകണ്ഠൻ നായർ അടക്കം വിശ്വസിച്ച ഒരു വാർത്ത. അവർ രണ്ടുപേരെയും അവരാണ് ഈ മാധ്യമ മേഖലയിൽ ഇപ്പം കുറച്ച് നിറഞ്ഞു നിൽക്കുന്നവർ. അപ്പോൾ ഈ രണ്ട് ആളും വലിയ നമ്മളെ പറ്റിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ പറ്റിക്കാൻ കഴിയില്ല എന്നൊക്കെ മനസ്സിൽ ധരിച്ചിരിക്കുന്ന ആളുകളാണ്. ഇവർ രണ്ടുപേരും ജെറിൻ എന്ന യുവാവ് പറ്റിച്ച ഒരു കഥയുണ്ട്. നമുക്ക് അതിലോട്ടൊന്ന് പോകാം. ഈ 24-ലെ ശ്രീകണ്ഠൻ നായർ അതേപോലെ തന്നെ അരുൺകുമാർ ഇവരൊക്കെ ഈ ജെറിനെ പുകത്തിക്കൊണ്ട് ജെറിൻ നേർക്ക് കണ്ടു, കടുവയെ കണ്ടു, കടുവ അപകടകാരി അല്ലാത്തതുകൊണ്ട് വീഡിയോ എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടൊരു സ്റ്റോറി ആയിട്ടുണ്ട്. ആ സ്റ്റോറി നമുക്കൊന്ന് കണ്ടു നോക്കാം. അവർ പറയുന്ന കാര്യങ്ങളും പിന്നീട് നമുക്ക് ഈ ജെറിനെ ഉദ്യോഗസ്ഥർ, വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ വന്നിട്ട് ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളും കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. മലപ്പുറം കരുവാരക്കുണ്ടിൽ കടുവയും യുവാവും റോഡിൽ നേർക്കുനേർ. മണിക്കനാമ്പറമ്പിൽ ജെറിയാണ് രാത്രി കടുവയ്ക്ക് മുന്നിൽ പെട്ടുപോയത്. കടുവയുടെ ദൃശ്യം 24. ജെറിൻ എന്ന ഒരു ഈ ദൃശ്യം പകർത്തിയത് ശരിക്കും കരുവാരക്കുണ്ടിലെ മണിക്കനാമ്പറമ്പിൽ ജെറിൻ വളരെ ക്ലോസിൽ നിന്നാണ് ജെറിൻ ഇത് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇല്ലാസ്കാൻ ഈ ജെറിന് ഒരു അപകടവും പറ്റിയില്ല. അവർ അതിലൂടെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്തു എന്നുള്ളതാണ്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിൽ ഉണ്ടായ സംഭവത്തിന്റെ ദൃശ്യമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ കരുവാരക്കുണ്ട് ആർത്തലച്ചായ എസ്റ്റേറ്റിന് സമീപമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. എസ്റ്റേറ്റിന് സമീപമാണ് ഈ ജെറിൻ എന്ന് പറയുന്ന യുവാവ് താമസിക്കുന്നത്. അങ്ങനെ രാത്രി സമയത്ത് ജീപ്പിൽ തന്റെ വീട്ടിലേക്ക് ജെറിൻ പോവുകയായിരുന്നു. അങ്ങനെ പോകുന്ന വഴിയിലാണ് ഈ റോഡിന് സമീപം എന്തോ ഒരു ജീവിയെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ വാഹനം നിർത്തി സൂക്ഷിച്ചു നോക്കിയ സമയത്താണ് ഒരു ഭീമൻ കടുവയെ ഈ ജെറിൻ കാണുന്നത്. ജെറിൻ ആകെ അത്ഭുതപ്പെടുകയും ഒപ്പം തന്നെ ഒരു നിശ്ചലമാകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. പിന്നാലെ ജീപ്പിന്റെ ഗ്ലാസ് എല്ലാം തന്നെ ഉയർത്തി വാഹനം അവിടെ തന്നെ നിർത്തുകയായിരുന്നു. അതിന് പിന്നാലെ ഒരു അരമിനിറ്റോളം ഈ യുവാവും കടുവയും നേർക്കുനേർ നോക്കി നിൽക്കുന്ന ഒരു ഘട്ടമുണ്ടായി. പിന്നീട് ഈ ജെറിൻ ഈ ജീപ്പിന്റെ വെളിച്ചത്തിൽ കടുവയെ കൃത്യമായി കണ്ടതോടുകൂടി ഈ കടുവയുടെ ദൃശ്യം പകർത്തുകയായിരുന്നു. അങ്ങനെ പകർത്തുകയും അപ്രതീക്ഷിതമായി കടുവയുടെ മുന്നിൽ പെട്ടുപോവുകയും ചെയ്ത കരുവാരക്കുണ്ടിലെ മണിക്കനാമ്പറമ്പിൽ ജെറിൻ പറയുന്നു. കോളനിയോട് ചേർന്ന് വരുന്നത് അവിടെ ഒരു തേയിലത്തോട്ടം ഉണ്ടായിരുന്നു. ആ കോളനിയോട് ചേർന്ന് വരുന്ന ഒരു ഭാഗമാണ്. അപ്പം അവിടെ എത്താറായപ്പോഴത്തേക്കും എന്തോ ഒരു സാധനം, ഒരു സാധനം ഒരു റോഡിന്റെ ഒരു സൈഡിൽ നിന്ന് കാട് പിടിച്ചെടുക്കുന്ന സ്ഥലമാണ്. അവിടെ ഒരു പല പ്ലാന്റേഷൻസ് പോയിട്ട് കൃഷിയൊന്നും ചെയ്യാതെ അങ്ങനെ കാട് പിടിച്ചെടുക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പം ഈ എന്തൊരു സാധനം പെട്ടെന്ന് അങ്ങനെ ക്രോസ് ചെയ്യുന്നത് പോലെ കണ്ടു പറ്റും. അപ്പൊ ഇത് കണ്ടിട്ട് ഈ വളവും ഒരു കയറ്റം കൂടി ആയിരുന്നുകൊണ്ട് ഞാൻ ആ ജീപ്പോടെ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ ശ്രദ്ധിച്ചു എന്താണെന്ന് അറിയില്ല, വന്യമൃഗങ്ങൾ എന്തെങ്കിലാണോ എന്നറിയാൻ അധികം ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഇതിനെ കാണാൻ കഴിഞ്ഞത്. ഓക്കെ, താങ്ക് യു ജെറിനെ ഞാൻ സമ്മതിച്ചെന്നിരിക്കുന്നു. കാരണം സാധാരണ ഇങ്ങനെ കടുവയുടെ മുമ്പിലൊക്കെ അപ്രതീക്ഷിതമായി പെട്ടുപോയാൽ ജീവൻ കയ്യിലെടുത്ത് വാരി പിടിച്ച് ഓടുന്ന സാധാരണ പതിവ്. എന്നാൽ താങ്കൾ അവിടെ നിന്ന് ഈ 14 സെക്കൻഡ് ദൈർഘ്യമുള്ള ചിത്രം പകർത്താനൊക്കെ ധൈര്യം കാണിച്ചു. പക്ഷേ ഇങ്ങനെയുള്ള ധൈര്യമൊക്കെ നമ്മുടെ ജീവൻ അപകടത്തിലാക്കുന്ന രീതിയിലാണെങ്കിൽ പടം വേണ്ടാന്ന് തന്നെ നമ്മൾ തീരുമാനിക്കണം. മലപ്പുറം കരുവാരക്കുണ്ടിൽ കടുവയും യുവാവും റോഡിൽ നേർക്കുനേർ. കരുവാരക്കുണ്ട് മണിക്കനാമ്പറയിൽ ജെറിൻ ആണ് രാത്രിയിൽ കടുവയ്ക്ക് മുന്നിൽ പെട്ടത്. കരുവാരക്കുണ്ട് ആർത്തല ചായ എസ്റ്റേറ്റിന് സമീപമാണ് കടുവയെ കണ്ടത്. കടുവ ആക്രമിക്കുന്നില്ലെന്ന് കണ്ടതോടെ വാഹനം നിർത്തി കടുവയുടെ ദൃശ്യം പകർത്തി. കടുവ കാട്ടിലേക്ക് മറിഞ്ഞതോടെ യാത്ര തുടരുകയും ചെയ്തു. അഷ്കറിലേക്ക് കരിമ ചേരുന്നുണ്ട്. അഷ്കറിലേക്ക് കരിമ കടുവയുടെ തൊട്ടടുത്ത് ഈ ചങ്ങാതി എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ കടുവയാണ്, ഗാംഭീര്യമുള്ള കടുവ. നമ്മൾ സാധാരണ കാണുന്ന പോലെയുള്ള കടുവയെ തന്നെയാണ് ഈ ചങ്ങാതി കണ്ടത്. അപ്പൊ കടുവ ആക്രമിക്കാതെ ഇങ്ങനെ ഇയാളെ തന്നെ നോക്കി നിന്നിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കടുവ അവിടെ നിന്ന് പിന്നീട് കാട്ടിലോട്ട് അങ്ങ് പോയി, അല്ലേ അഷ്കർ? ഇവരൊരു ജീപ്പിൽ സഞ്ചരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആക്രമണമൊന്നും ഉണ്ടായിട്ടില്ല. ഈ കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. ഈ കരുവാരക്കുണ്ട് ആർത്തല ഈ തേയിലത്തോട്ടമുണ്ട്. തേയിലത്തോട്ടത്തിൽ നിങ്ങൾ പത്രക്കാർക്ക് വിശ്വസിക്കുന്നത് ആ കൊടുത്ത നിങ്ങൾ പത്രക്കാർക്ക് കൊടുത്ത വീഡിയോ നിങ്ങളെടുത്ത വീഡിയോ ആണോ പലയിടത്തുനിന്നും നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്തിൽ നിന്ന് എഡിറ്റ് ചെയ്ത് അവർ കൊടുത്താണ്? എന്ത് ചെയ്ത് കൊടുത്താണ് നിങ്ങൾ? അത് നിങ്ങൾ ഇവിടെ കണ്ട പുലിയെ കണ്ടു എന്നുള്ളത് നിങ്ങൾ പത്രക്കാർക്ക് നിങ്ങൾ കണ്ടു എന്നും നിങ്ങൾ കണ്ട് നിങ്ങളത് മാറിപ്പോയെന്നും പറഞ്ഞൊരു വീഡിയോ കണ്ടല്ലോ. അത് നിങ്ങൾ എടുത്തതാണോ അതോ വല്ലയിടത്തുള്ള സാധനം എഡിറ്റ് ചെയ്ത് കൊടുത്താണോ? എഡിറ്റ് ചെയ്ത് കൊടുത്താണോ? അല്ലെ? നിങ്ങൾ പോലീസിൽ കേസ് കൊടുക്കണ്ട, വേറെ ഒന്നുമല്ല. നിങ്ങൾ
ജനങ്ങളെ മനഃപൂർവ്വം പരിഭ്രാന്തി വരുത്താൻ വേണ്ടി ഇമാരുടെ വൃത്തികേടുകൾ ചെയ്യും. അല്ല ഞാൻ പറയുന്നത് അല്ല നിങ്ങൾ പത്രക്കാർക്ക് അധികം നിങ്ങൾ കൊടുത്ത വീഡിയോ ആണല്ലോ കണ്ടത് അല്ലെ? ജനങ്ങളെ ഞാനായിട്ട് വിളിച്ചു കൊടുത്തതല്ല സാർ, എന്റെ സ്റ്റാറ്റസ് കണ്ടിട്ട് വീഡിയോ നിങ്ങൾ സ്റ്റാറ്റസ് കണ്ടിട്ട് ഇവിടുത്തെ ഒരു ലോക്കൽ പത്രക്കാരന് ഇവിടെ ഏജന്റാണ്, പത്ര ഏജന്റാണ്. പുള്ളി വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു ഇതെന്താ സംഭവം എന്ന്. അപ്പം യഥാർത്ഥത്തിൽ സംഭവം പുലി ഇവിടെ ഉണ്ട്, പുലി എന്റെ നായ്ക്കളെ ആക്രമിച്ചിട്ടുണ്ട്, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ ഈ വീഡിയോ എന്നോട് ഇങ്ങനെ ചോദിച്ചെന്താ ഞാനിത് ന്യൂസിൽ കൊടുക്കട്ടെ, ഞാൻ പറഞ്ഞത് വേണ്ടാന്ന് പറഞ്ഞതാണ് അവരോട്. അപ്പൊ നിങ്ങള് ആ തിരുനെല്ലി കണ്ടപ്പോ അപ്പൊ നിങ്ങളാണോ ഈ വീഡിയോ ഇത് ഇവർക്ക് കൊടുത്തത്? ആർക്ക്? നിങ്ങള് അതിനകത്തൊരു 12 മിനിറ്റുള്ള ഒരു സ്റ്റാറ്റസ് വീഡിയോ ആണ് സാർ അതിനകത്തുള്ളത്. അപ്പൊ ആ വീഡിയോ അങ്ങനെ കണ്ടപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിച്ചു ഇത് ഞാൻ പത്രത്തിൽ കൊടുക്കേണ്ടി വെച്ചു. അപ്പൊ പത്രത്തിൽ അവർ അതിന്റെ ഒരു ക്ലിപ്പിംഗ്സ് ആരെ നിങ്ങൾ ചോദിച്ചത്? അതൊരു മനോരമയുടെ ഒരു ഏജന്റാണ്, പേരെന്താ? സുഹൈൽ എന്ന് പറയും. അല്ല പത്രക്കാർക്ക് അയച്ചു കൊടുത്താരാ? പത്രക്കാർ ചോദിച്ചു മേടിക്കാണ്, ഞാനായിട്ട് അയച്ചു കൊടുത്തല്ലേ. നിങ്ങൾ ചോദിച്ചെങ്കിൽ അത് അയച്ചു കൊടുത്തത് നിങ്ങളാണോ? നിങ്ങൾ കണ്ടുവെന്നും പറഞ്ഞ് അയച്ചു കൊടുത്തത് ഈ വരുന്ന ന്യൂസിലൊക്കെ കണ്ട നിങ്ങളാണല്ലോ അയച്ചു കൊടുത്തത് അല്ലെ? അല്ലാതെ പത്രത്തിലെ റിപ്പോർട്ടർമാർ വിളിച്ചു ചോദിച്ചപ്പോൾ നിങ്ങൾ അയച്ചു കൊടുത്തു. നിങ്ങൾ അയച്ചു കൊടുത്ത വേറെ അവിടുത്തെ സാധനം നിങ്ങൾ എഡിറ്റ് ചെയ്ത് അയച്ചു കൊടുത്തത് അല്ലെ? അവരെന്താ പറഞ്ഞത് എഡിറ്റ് ചെയ്താന്ന് പറഞ്ഞു? ഇല്ല ഒന്നും പറഞ്ഞില്ല. അല്ല അപ്പൊ ഇപ്പോൾ നമ്മുടെ നാട്ടുമ്പുറങ്ങളിലെല്ലാം കടുവ, പുലി, അതുപോലെ തന്നെ കാട്ടുപോത്ത് ഇതേപോലെയുള്ള വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന ഒരു സീസണാണല്ലോ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമായിട്ട് പല വീഡിയോസും നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയാണ് മലപ്പുറം കരുവാരക്കുണ്ടിൽ ഒരു ജെറിൻ എന്ന് പറഞ്ഞ യുവാവ് വണ്ടി എടുത്തിട്ട് പോകുന്ന സമയത്ത് കാട്ടിനുള്ളിൽ കടുവയെ നേരിട്ട് കണ്ടു. അപ്പോൾ ആ കടുവയെ നേരിട്ട് കണ്ട സമയത്ത് കടുവ ഉപദ്രവിക്കുന്നില്ല എന്ന് മനസ്സിലായ ജെറിൻ നേരെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫോൺ എടുത്തിട്ട് സൂം ചെയ്തിട്ട് കടുവേൻ്റെ മുമ്പിൽ, അതായത് കടുവ നേരെ മുമ്പിൽ ജെറിൻ ഇപ്പുറം, അപ്പോൾ ജെറിൻ മൊബൈൽ എടുത്തിട്ട് സൂം ചെയ്തിട്ട് കടുവേൻ്റെ ഫോട്ടോ എടുത്തു, അതായത് വീഡിയോ എടുത്തു. ഈ വീഡിയോ എടുത്തിട്ട് എന്താക്കി സ്റ്റാറ്റസ് ആയിട്ട് ഇട്ടു, അതായത് വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ട് ഇട്ടു. ആ സ്റ്റാറ്റസായി ഇട്ട സമയത്ത് ഒരു മനോരമ ലേഖകൻ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ചോദിച്ചു ഇതെവിടെയാണ് എന്താ സംഭവം എന്നൊക്കെ ചോദിച്ചു. അപ്പം ഇയാൾ പറഞ്ഞു ഞാൻ ഇന്ന സ്ഥലത്ത് നിന്ന് കണ്ടയാന്ന് പറഞ്ഞു. അപ്പോൾ ഈ കണ്ട ഉടനെ തന്നെ മനോരമ ലേഖകന് ഇത് അയച്ചു കൊടുത്തു, ജെറിൻ ഇത് അയച്ചു കൊടുത്തു. ഇത് കിട്ടിയ ഉടനെ തന്നെ മനോരമ ലേഖകൻ എന്ത് ചെയ്ത് എല്ലാ ചാനലുകാർക്കും അയച്ചു കൊടുത്തു. ഇതിൻ്റെ ഒരു സോഴ്സും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നും ഒന്നും അറിയാതെ തന്നെ റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാർ, അതേപോലെ തന്നെ 24-ൽ ശ്രീകണ്ഠൻ നായർ, ഇവരൊക്കെ എല്ലാ സത്യങ്ങളും അസത്യങ്ങളൊക്കെ ക്രോസ് ചെക്ക് ചെയ്തിട്ട് വീഡിയോ അല്ലെങ്കിൽ വാർത്ത വായിക്കുന്നവരാണല്ലോ. അങ്ങനെയാണല്ലോ അവർ പറയുന്നത്, നമുക്കറിയാമല്ലോ അതിൻ്റെ സത്യങ്ങൾ. പക്ഷേ ഇവരെന്ത് ചെയ്തു, ഈ വീഡിയോ ജെറിൻ എന്ന യുവാവ് മലപ്പുറത്ത് നേർ കടുവയെ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഇട്ടു. അപ്പോൾ ഈ സ്വാഭാവികമായിട്ട് ഈ കരുവാരക്കുണ്ട് എന്ന് പറയുന്ന സ്ഥലത്തില്ലേ അന്നത്തെ ടാപ്പിംഗ് തൊഴിലാളികൾ, അന്ന് രാവിലെ പണിക്ക് പോകേണ്ട ആളുകൾ, പലതരം ജോലിക്ക് പോകേണ്ട ആളുകളൊക്കെ ഈ ഒരു വാർത്ത കണ്ടതിനെ തുടർന്ന് എന്തായാലും ഒരാഴ്ച കാലം പുറത്തിറങ്ങാത്ത അവസ്ഥയായിരിക്കും. ഒരു നാട്ടിൽ ഒരു കടുവയുണ്ട് അല്ലെങ്കിൽ കടുവ ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് ഇതേപോലെയുള്ളൊരു വീഡിയോ പ്രചരിപ്പിച്ചാൽ സ്വാഭാവികമായിട്ട് അവിടുത്തെ നാട്ടുകാർക്കൊരു ഭയം ഉണ്ടാവും, എല്ലാവർക്കും ഒരു ഭയം ഉണ്ടാവും. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പലരും പണിക്ക് പോയിട്ടുണ്ടാവില്ല, പലർക്കും സാമ്പത്തിക നഷ്ടം, അങ്ങനെയുള്ള പല നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഈ മാധ്യമ സ്ഥാപനങ്ങളിൽ ഇത്തരം വാർത്ത ഇപ്പം ഞാൻ നാളെ ഇതേപോലെ തന്നെ പല ഫേക്ക് ന്യൂസുകളും അടിച്ചിറക്കിയിട്ട് ഞാൻ മീഡിയക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്ന സ്ഥലത്ത് ഞാൻ ഇന്ന സ്ഥലം കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇവരൊരു തരത്തിലും ചെക്ക് ചെയ്യുന്നില്ല, ആർക്കെതിരെയും വ്യാജ വാർത്ത പ്രചരിപ്പിക്കാം. കാരണം വെച്ചാൽ ഇവർ എയർ ചെയ്ത ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ, ഈ വീഡിയോ ആളുകൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ അത് എപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ആ നാട്ടുകാർക്ക് എപ്പോഴും ആ ഒരു ചാനലിൽ അത് ഔട്ട് ചെയ്താൽ പിന്നെ നമുക്ക് ഏത് സമയത്ത് അത് ഡൗൺലോഡ് ചെയ്യാം, ഏത് സമയത്ത് ഇത് ചെയ്യാം. പിന്നീട് അത് തിരുത്തേനെ കൊണ്ടൊന്നും വലിയ കാര്യമില്ല. അപ്പോൾ നമ്മൾ ഇതേപോലെ വാർത്തകൾ, ഇതേപോലത്തെ ഫേക്ക് ആയ വാർത്തകൾ നമ്മൾ ഒരുപാട് അന്വേഷിച്ചിട്ട് മാത്രം റിപ്പോർട്ട് ചെയ്യുക എന്നൊന്നുണ്ട്. പ്രത്യേകിച്ചിട്ട് ഇത്രയും ക്ലോസ് ആയിട്ടൊക്കെ കടുവയെ കണ്ടു എന്നൊക്കെ പറയുന്നതിന് പൊതുവെ നമുക്ക് ഇത്രയും ഫേക്ക് ന്യൂസുകളൊക്കെ നിരന്തരമായിട്ട് ഉണ്ടാകുന്നതാണ്. പക്ഷേ ആ ഉണ്ടാകുന്ന സമയത്തും ഇവരെ പോലെയുള്ള മീഡിയയിലെ ആളുകൾ ഒരു തരത്തിൽ അത് ചെക്ക് ചെയ്യാതെ അത് സത്യമാണ് എന്ന വാർത്തയിൽ അതൊരു വലിയൊരു കഥയായിട്ട് ഇപ്പം റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറൊക്കെ അത് വലിയൊരു സ്റ്റോറിയൊക്കെ ആക്കിയിട്ടാണ് അത് റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ആർക്കെതിരെയും വ്യാജ വാർത്തകൾ നൽകാം, ആർക്കെതിരെയും എന്തും നൽകാം. നമ്മുടെ നാട്ടിൽ എന്ത് സാധനം കണ്ടു എന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുത്തിട്ട് ഫേക്കായിട്ട് വീഡിയോ എടുത്തിട്ട് നമുക്ക് ഈ ദൃശ്യമാധ്യമങ്ങൾക്ക് കൊടുത്താൽ അവർ സംരക്ഷണം ചെയ്യും. അപ്പോൾ ഈ വരുന്ന വാർത്തകളൊക്കെ നമ്മൾ എന്ത് രീതിയിലാണ് വിശ്വസിക്കുക? അതായത് ദൃശ്യമാധ്യമങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വ്യാജ വാർത്തകൾ ഇങ്ങനെ ഓരോ ആൾക്കാരുടെയും പേരിൽ, അതായത് പ്രത്യേകിച്ചിട്ട് രാഷ്ട്രീയ നേതാക്കളുടെ പേരിൽ അല്ലെങ്കിൽ പൊതുപ്രവർത്തകരുടെ പേരിലൊക്കെ വളരെ മോശം രീതിയിലുള്ള ഫേക്ക് ന്യൂസുകളൊക്കെ അടിച്ചിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ കരുവാരക്കുണ്ടിലെ കടുവ ഇറങ്ങി എന്ന് പറഞ്ഞ ന്യൂസാണ് പലരും കണ്ടിട്ടുണ്ടാവുക. ഇത് തെറ്റാണ്, ഇത് തെറ്റ് തിരുത്തി അല്ലെങ്കിൽ ഈ ജെറിൻ എന്ന് പറഞ്ഞ ആളെ
അറസ്റ്റ് ചെയ്തു, അത് ആ വാർത്തയൊന്നും വലിയ രൂപത്തിൽ ചിലപ്പോൾ എല്ലാവർക്കും എത്തണമെന്നില്ല. പക്ഷെ നമ്മൾ ആദ്യം കൊടുക്കുന്ന വാർത്തയാണ് ജനങ്ങൾക്കിടയിലേക്ക് എത്തുക എന്നത് ഇനിയെങ്കിലും ഈ ഒരു ദൃശ്യമാധ്യമങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ഇത്തരം വാർത്തകൾ, പ്രത്യേകിച്ച് ഒരു പുലിയെ കണ്ടു, കടുവയെ കണ്ടു, അത് പ്രത്യേകിച്ച് നാട്ടുമ്പുറങ്ങൾ ഇന്ന സ്ഥലത്ത് വെച്ച് കണ്ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാർത്തകൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ശ്രദ്ധിച്ചിട്ട് വാർത്തകൾ ചെയ്യണം എന്നാണ് പറയാനുള്ളത്.